ഹലോ, വെൽക്കം ബാക്ക് ടു നിഷാസ് പവർഫുൾ കിച്ചൺ. ഏവർക്കും നിഷാസ് പവർഫുൾ കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഗോതമ്പ് കൊണ്ടൊരു ലഡു ഉണ്ടാക്കാനാണ് പോകുന്നത്. ഗോതമ്പ് പൊടി കൊണ്ട് ഒരു ലഡു ഉണ്ടാക്കിയാൽ എങ്ങനെ ഇരിക്കും നോക്കാം. അടിപൊളിയാണ്. അപ്പോൾ എന്തായാലും ഉണ്ടാക്കി നോക്കാം. അതിനു മുൻപായി ആദ്യമായാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. ഗോതമ്പ് പൊടി കൊണ്ട് എങ്ങനെയാണ് ലഡു ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ്: ഗോതമ്പ് പൊടി, പിന്നെ ശർക്കര, നാളികേരം, നല്ല ജീരകം, ഏലക്കായ എന്നിവയൊക്കെയാണ് നമ്മളുടെ ഗോതമ്പ് ലഡുവിന് വേണ്ട ഇൻഗ്രീഡിയൻസ്. ശർക്കര നമുക്ക് എത്രയാണോ വേണ്ടത്, മധുരം എങ്ങനെയാണ് നിങ്ങളുടെ ഓരോരുത്തരുടെയും പാകം അതിനനുസരിച്ച് എടുക്കുക. എന്നിട്ട് ഈ ശർക്കര നമ്മൾ ഉരുക്കി ചേർക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് ശർക്കര ഉരുക്കാം. ശർക്കര പാവ് കാച്ചെന്നൊക്കെ പറയും ചിലർ. അപ്പോൾ ശർക്കര ഉരുക്കുന്നതിന് വേണ്ടി ഒരു പാത്രത്തിൽ ആവശ്യമുള്ള ശർക്കര എടുക്കുക. കുറച്ച് വെള്ളം ചേർത്ത് ഗ്യാസിൽ വയ്ക്കാം. അടുപ്പിൽ വെച്ചതിന് ശേഷം അത് വെള്ളം ചൂടായി തിളച്ച് ഈ ശർക്കര അതിൽ അലിഞ്ഞ് ചേരട്ടെ. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ആ സമയം നമുക്ക് വേണ്ട കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഗോതമ്പ് പൊടി എത്രയാണോ ലഡു ഉണ്ടാക്കുന്നത് അതിന് വേണ്ട ഗോതമ്പ് പൊടി, നാളികേരം കൂടിയോണ്ട് കുഴപ്പമൊന്നുമില്ല, പിന്നെ ഏലക്കായയും നല്ല ജീരകവും. കാഷ്യനട്ട് എടുക്കാം, കിസ്മിസ് എടുക്കാം. ഞാനിവിടെ അതൊന്നും ചേർത്തിട്ടില്ല. അതുപോലെ നിലക്കടല, ഇതൊക്കെ നമുക്കതിൽ ചേർക്കാവുന്നതേ ഉള്ളൂ. അത്രത്തോളം ടേസ്റ്റിയാണ്. ഞാനിവിടെ ഇത്രയും കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചുകൊണ്ടാണത് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ശർക്കര ഒരുവിധമായി വന്നിട്ടുണ്ട്. നമുക്ക് ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ, വെള്ളം നനവെല്ലാം പോയി കഴിയുമ്പോൾ നമ്മൾ ഗോതമ്പ് പൊടി കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് എപ്പോഴും ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക. സിമ്മിൽ വേണം നമ്മൾ, ഫ്ലെയിം എപ്പോഴും ലോ ഫ്ലെയിമിൽ വേണം വയ്ക്കാൻ. പൊടിയാണ്, ഗോതമ്പിൻ്റെ പൊടിയാണ്, അത് കരിഞ്ഞു പോകരുത്. അപ്പോൾ ചെറിയ രീതിയിൽ ഇങ്ങനെ ഇളക്കി ചൂടോടുകൂടി ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. എന്നിട്ട് വേണം ഇത് പാകം ചെയ്തെടുക്കാൻ. അപ്പോൾ ഈ പൊടി ബ്രൗൺ കളറാകുന്നത് വരെ കുറച്ച് ക്ഷമയോടുകൂടി ഇളക്കിക്കൊണ്ടിരിക്കണം. അടിയിൽ പിടിക്കാതെ. ഗോതമ്പ് പൊടിയാണെന്ന് തോന്നുന്നില്ല, ലഡു കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അത് നന്നായിട്ട് ആ ബ്രൗൺ കളറ് വരണം. അതുവരെ നമുക്കിങ്ങനെ ചട്ടിയിലിട്ട് ഇളക്കിക്കൊണ്ടിരിക്കാം. എല്ലാ ഭാഗവും നന്നായി ഇളകുന്ന രീതിയിൽ വേണം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു വലിയ ചട്ടി എടുക്കാം. ഞാനിവിടെ ഈ ഒരു ചെറിയ ചട്ടിയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ച് ശ്രദ്ധിച്ച് ഇളക്കി കൊടുക്കുക. പുറത്തേക്ക് പോവാതെ ശ്രദ്ധിച്ച് ഇളക്കി നമ്മൾ ബ്രൗൺ കളറാകുന്നത് വരെ ഗോതമ്പ് പൊടിയെ ഇളക്കിക്കൊണ്ടിരിക്കുക. കൈയെടുക്കാതെ ഇളക്കുകയാണ് നല്ലത്. കാരണം പൊടിയല്ലേ, ഗോതമ്പ് പൊടിയാകുമ്പോൾ പെട്ടെന്ന് അടി കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പോൾ കളറൊക്കെ മാറി വരുന്നുണ്ട്, കണ്ടല്ലോ. കളറെല്ലാം മാറി ഒരു ബ്രൗൺ കളറിലേക്ക് എത്തുന്നുണ്ട്. കുറച്ച് സമയം എടുക്കും അതൊന്ന് ആയി വരാൻ. അപ്പോൾ കണ്ടില്ലേ, ആ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. നമ്മളുടെ ഹോർലിക്സിൻ്റെ ഒക്കെ ഒരു കളറുണ്ടല്ലോ, അതുപോലെ ആയിട്ട് വരും. ഹോർലിക്സ് പൊടിയുടെയൊക്കെ കളറ് പോലെ വരും. ഇപ്പോൾ ഇതാ ഏകദേശമായിക്കൊണ്ടിരിക്കുകയാണ് നമ്മളുടെ ഗോതമ്പ് പൊടി. നമുക്കതൊന്ന് മാറ്റാം.
അപ്പോൾ അതിനുള്ളൊരു ബൗള് റെഡിയാക്കി വയ്ക്കുക. അതിലേക്ക് നമ്മൾ ഈ ഗോതമ്പ് പൊടിയെ മാറ്റി കൊടുക്കാം. ഇനി ഈ ചട്ടിയിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, ആ ചട്ടി തന്നെ ഞാൻ ചെയ്യുന്നത്. കാരണം നമ്മളിപ്പോൾ അതിപ്പോൾ എന്താ പറയുക, ഗോതമ്പ് പൊടി വറുത്തൊരു ചട്ടിയാണല്ലോ. അപ്പോൾ അതിലേക്ക് തന്നെ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള നാളികേരം എത്ര കൂടുന്നോ അത്രയും ടേസ്റ്റിയാണ്. ചിരകി വെച്ചിരിക്കുന്ന നാളികേരം അതിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. നന്നായി ഇളക്കി കൊടുക്കുക. എന്നതിന് ശേഷം മാറ്റി വെച്ചിരിക്കുന്ന നല്ല ജീരകം, അതുപോലെ ഏലക്കായ എന്നിവ ഈ നാളികേരത്തോടൊപ്പം തന്നെ ഇട്ട് വറുക്കുക. കൂടുതൽ വറക്കൊന്നും വേണ്ട, എന്നാലും ഒരു പച്ച വെള്ളം നനവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പോകുന്നത് വരെ, ഒന്ന് ഡ്രൈ ആവുന്നത് വരെ ഒന്ന് വറുത്തെടുക്കുക. ചൂടാറി കഴിയുമ്പോൾ ഇപ്പോൾ ഞാനത് ഓഫാക്കിയിട്ടോ. ഓഫാക്കിയതിന് ശേഷം ചൂടെല്ലാം പോയതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് കറക്കിയെടുക്കുക. നല്ല അരയുകയും ചെയ്യരുത്. ഇപ്പോൾ കണ്ടല്ലോ, അതുപോലെ തരിതരിപ്പായിട്ടൊന്നിട്ട് പൊടിച്ചെടുക്കുക. അപ്പോൾ ഏലക്കായയും ജീരകമൊക്കെ ഒന്ന് പൊടിഞ്ഞ് കിട്ടും. ഇനിയാണ് നമ്മുടെ ശർക്കരപ്പാനി ഉണ്ടല്ലോ, ശർക്കര ഉരുക്കി വെച്ചത് ഉരുക്കി വെച്ചതും ഈ നാളികേരം എല്ലാം കൂടി മിക്സ് ചെയ്യണം. ഇനി ആ ഒരു പ്രോസസ്സാണുള്ളത്. അപ്പോൾ നമ്മൾ മിക്സിയിൽ പൊടിച്ച് വെച്ച ആ ഒരു നാളികേരത്തിൻ്റെ മിക്സ് നമ്മൾ ഈ ഗോതമ്പ് പൊടിയിലേക്ക് ഇട്ട് നന്നായി ചേർത്ത് കൊടുക്കുക. നല്ല ചൂടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു തവി കൊണ്ട് തന്നെ ഇങ്ങനെ ഇളക്കി കൊടുക്കാം. എന്നതിന് ശേഷം ശർക്കര ഉരുക്കി വെച്ചത് ഈ ഗോതമ്പ് പൊടിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എല്ലാം ചൂടുള്ളതാണ്. അപ്പോൾ ഒന്ന് ചൂട് കുറച്ച് പോയതിന് ശേഷം നമുക്ക് കൈകൊണ്ട് ഉരുള ഉണ്ടാക്കാം. അപ്പോൾ തവി കൊണ്ട് തന്നെ നന്നായി ചേർത്ത് കൊടുക്കാം. ചേർത്തതിന് ശേഷം കണ്ടല്ലോ, എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ ആ നാളികേരത്തിൽ നിന്നും ഇങ്ങനെ പാല് വരും. അപ്പോൾ അങ്ങനെയുള്ള നനവിലും നമ്മുടെ ഈ പൊടി ഒന്ന് നനഞ്ഞ് കിട്ടും. ഉരുള ഉരുട്ടി പിടിക്കാറാകുന്ന വരെ നമുക്കിതൊന്ന് ചേർത്ത് കൊടുക്കാം. നന്നായി ചേർത്ത് കൊടുക്കുക. ശർക്കരയും നാളികേരവും ജീരകം നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ. ജീരകമൊക്കെ വറുത്ത് കഴിഞ്ഞാലൊക്കെ ഒരു പ്രത്യേക സ്മെല്ലാണ്. നമ്മുടെ ശർക്കര ഉപ്പേരിയിലേക്കൊക്കെ ഉള്ളൊരു കൂട്ടിൻ്റെ ഒരു മണം പോലെയാണ് ഇപ്പോൾ വരുന്നത്. അപ്പോൾ നന്നായിട്ട് ശർക്കരയൊക്കെ എല്ലായിടത്തും ആയിട്ടുണ്ട്. എല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഉരുള ഉണ്ടാക്കാം. ഇപ്പോൾ നമ്മളെ പൊടിയെല്ലാം, ഗോതമ്പിൻ്റെ പൊടിയെല്ലാം നന്നായിട്ട് ശർക്കരയും എല്ലാം കൂടെ മിക്സായി വന്നിട്ടുണ്ട്. നമ്മൾ എത്രത്തോളം നാളികേരം ചേർക്കുന്നു അത്രയും നമുക്ക് നനവ് കിട്ടും. കാരണം നാളികേരം ചേർക്കുന്നതിനനുസരിച്ച് സ്വാദ് കൂടും. പിന്നെ അതുപോലെ നമുക്ക് ഉരുള പിടിക്കാനായിട്ട് ഒരു നനവ് ഉണ്ടാവുകയും ചെയ്യും. അത് നമ്മൾ നന്നായി ചേർത്ത് കൊടുക്കുന്ന പോലെ ഇരിക്കും. ഇപ്പോൾ കണ്ടല്ലോ, ഓരോ ഉരുളകളായിട്ട് നമ്മൾ വളരെ ടൈറ്റായിട്ട് പിടിക്കുക കേട്ടോ. അമർത്തി ഉരുളുരുട്ടുക. അങ്ങനെ 2 ഗോതമ്പ് ലഡു ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇനി ബാക്കിയുള്ള പൊടികളും ഇതുപോലെ ഉരുട്ടി എടുക്കുക. നല്ല ടേസ്റ്റാണ്. എന്താ പറയുക, ഗോതമ്പ് പൊടിയും ശർക്കരയും പിന്നെ ജീരകം, ഏലക്കായ എന്നിവയൊക്കെ ചേരുമ്പോഴുള്ള ആ ഒരു സ്വാദ് നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കാനൊക്കെ ശ്രമിക്കുക. നമ്മുടെ വീട്ടിൽ കിട്ടാവുന്ന സാധനങ്ങൾ തന്നെ വെച്ചുകൊണ്ട് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനി ബാക്കിയുള്ള പൊടികളും ഇതേപോലെ നമുക്ക് ഉരുളകളാക്കി മാറ്റിയെടുക്കാം. അങ്ങനെ
എല്ലാ പൊടിയും ഗോതമ്പ് പൊടിയും ഞാൻ ഇതുപോലെ ഉരുളകളാക്കി ലഡുവാക്കി മാറ്റി. ഞങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെട്ടു, നിങ്ങൾക്കും ഇഷ്ടപ്പെടും. ഇതുപോലെ ഗോതമ്പല്ലേ വളരെ നല്ലതാണ് ശരീരത്തിനൊക്കെ. അപ്പോൾ ഇതുപോലെ എല്ലാവരും വീട്ടിൽ തയ്യാറാക്കി നോക്കുക. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഫീഡ്ബാക്ക് എന്താണെങ്കിലും എന്നെ അറിയിക്കുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയൊരു അടിപൊളി വിഭവമായി കാണുന്നതുവരെ ബൈ. താങ്ക് യു.